പ്രിയമുള്ളവരെ, ഇന്ന് രണ്ട് കാര്യം പറയാനാണ് ഈ റെസ് വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. അതിലൊന്ന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രശസ്ത സിനിമാ നടനും കോമഡി താരവുമായ സലീം കുമാർ അവതരിപ്പിച്ച അല്ലെങ്കിൽ സലീം കുമാർ പറഞ്ഞ വിമർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയും, രണ്ടാമത്തത് യു പ്രതിഭ എന്ന കായംകുളം MLA-ക്കെതിരെ അവിടെയുള്ള ഒരു പ്രശസ്തനായ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞ അഭിപ്രായത്തെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, സലീം കുമാർ പറഞ്ഞ വിമർശനങ്ങൾ വസ്തുതാപരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ സലീം കുമാറിൻ്റെ വിമർശനങ്ങൾ തള്ളിക്കളയാം. ഏത് വിമർശനമായാലും, അത് ഏത് വ്യക്തികളായാലും, ആ വിമർശനങ്ങളെ നമ്മൾ മുഖവിലൊക്കെ എടുക്കണം. എന്തായാലും വസ്തുതാപരമായാൽ മാത്രമാണ്. വസ്തുതാപരമല്ലാത്ത ഒരു വിമർശനത്തെയും നമ്മൾ മുഖവിലൊക്കെ എടുക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയാനുള്ള സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? സലീം കുമാർ പറയുന്നത്, ഒന്ന്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഇഷ്യൂ ആണ്. അങ്ങനെ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് വാദിച്ച ആള് ഇപ്പം മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പരിഹാസ്യമായിട്ടുള്ള, വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. എന്താണ് അതിദാരിദ്ര്യം? ഒരാൾക്ക് വരുമാനമില്ലാത്ത അവസ്ഥ, സ്വന്തമായി പാർപ്പിടമില്ലാത്ത അവസ്ഥ, ഇതാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. ആ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ ഉപയോഗിച്ചതെന്നാണ് ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തെയാണ്. കേരള മോഡലിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കാലത്ത് കാണുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ്. ഇപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം ഭരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദ്ധതി നടപ്പിലാക്കി. അത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രക്രിയയിലൂടെ, ഓരോ പ്രോജക്റ്റിലൂടെ സഫലീകരിച്ച അല്ലെ പൂർത്തിയാക്കിയ ഒരു സാധനമാണ്. അതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ, ഈ കാര്യങ്ങളൊന്നും അറിയാതെ, വളരെ ഒരു പൊട്ടൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അറിയാത്ത ഒരു വിഡ്ഢിയുടെ രൂപത്തിലാണ് സലീം കുമാറിൻ്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സലീം കുമാറിൻ്റെ വിമർശനങ്ങൾക്ക് യാതൊരു ഒരു വിലയും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, യു പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് പറഞ്ഞ കാര്യം കേവലം ഇർഷാദിൻ്റെ മാത്രം അഭിപ്രായമല്ല. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഭരിക്കുന്ന, അതിൻ്റെ ഇസ്ലാമിക മൂല്യബോധം സ്ത്രീകളെ കാണുന്ന രീതിയുടെ പ്രശ്നമാണ്. അത് നമ്മൾ തുറന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക വിമർശനങ്ങൾ, നമ്മൾ ചില കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നല്ല വശങ്ങൾ പറയുന്ന അതേസമയം തന്നെ ഇസ്ലാം എന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മതദാർശനികതയുടെ മോശം വശങ്ങൾ എടുത്തു പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീയെ കാണുന്ന രീതിയാണ്. ആ രീതിയാണ്. അത് ഒരു ശരീരമായിട്ടോ അല്ലെ ഒരു ലൈംഗിക അവയവമായിട്ടോ അല്ലെങ്കിൽ ഉൽപാദന യന്ത്രമായിട്ട് കാണുന്ന രീതി, അല്ലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുക, കുട്ടികളെ പരിപാലിക്കുന്ന ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിലുണ്ട്. അപ്പം ആ ഒരു ബോധമാണ് ഇർഷാദിനെ കൊണ്ട് പ്രതിഭാ ഹരിക്കെതിരെ അത്തരമൊരു പ്രസ്താവന, യു പ്രതിഭയ്ക്കെതിരെ ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുപ്പിക്കാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ഇർഷാദ് തെറ്റുകാരനാകുന്നില്ല, ഇർഷാദിൻ്റെ മുൻ തലമുറയും തെറ്റുകാരനാകുന്നില്ല. നേരെ മറിച്ച് ഇർഷാദിൻ്റെ മുൻ തലമുറയും പിന്തുടരുന്ന മതദാർശനിക ബോധത്തിലെ പ്രശ്നങ്ങളാണ് സ്ത്രീയെ സമൂഹത്തിൽ ഒരു പൊതു ഇടത്തിൽ അംഗീകരിക്കാനുള്ള വൈമനസ്യമാണ് യഥാർത്ഥത്തിൽ യു പ്രതിഭയ്ക്കെതിരെയുള്ള ആരോപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പ് എന്ന് പറയുന്നത്. ഈ കാമ്പിനെ അഡ്രസ്സ് ചെയ്യാതെ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അപ്പം ഒരു ഭാഗത്ത് ഇസ്ലാമിൽ നിന്ന് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ ചില പ്രത്യേക സംഘടനകൾ, പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുള്ള, സാമുദായിക രാഷ്ട്രീയ ലക്ഷ്യമുള്ള സംഘടനകളൊക്കെ നടത്തുന്നുണ്ട്. നടത്തുന്നുണ്ടെങ്കിൽ കൂടി അവരെ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന രീതി നമുക്കറിയാം.
ശരീരമൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്ത്, മുഖമടക്കം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് അവരെ പൊതുരംഗത്ത് ഇറക്കുന്നത്. അതായത് സ്ത്രീ എന്നുള്ളത് കേവലം ലൈംഗിക ശരീരമാണ്. അപ്പൊ അതൊക്കെയാണ് എപ്പോഴും സ്ത്രീയെ പൊതു സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക്, സാമുദായിക ശക്തികൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് തുറന്ന് പറയേണ്ടതുണ്ട്. അപ്പൊ അതിനിടം കൊടുക്കാത്ത രൂപത്തിൽ സമൂഹത്തിന്റെ ലിബറലായിട്ടുള്ള അവസ്ഥകളെ, ജനാധിപത്യമായ അവസ്ഥകളെ, മതേതരമായ അവസ്ഥകളെ, പുരോഗമനപരമായ അവസ്ഥകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂത്ത് പ്രതിഭയ്ക്കെതിരെ ഇർഷാദ് ഉന്നയിച്ച, മുസ്ലിം ലീഗ് നേതാവായ ഇർഷാദ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു തരത്തിലും വാലിഡായിട്ടുള്ള ഒന്നല്ല. അത് ഒരു അന്ധകാര യുഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ ബോധത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറും ഭർസനങ്ങൾ മാത്രമാണ്, അല്ലെ അപഹാസ്യമായ ഭർസനങ്ങൾ മാത്രമാണ് എന്ന് തുറന്നു പറയാൻ നാം ഭയപ്പെടേണ്ടതില്ല. ഈ രണ്ട് കാര്യമാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയാനാകും.